വടക്കൻ പാട്ടായും നാടകങ്ങളായും സിനിമകളിലും ഏറെ പ്രശസ്തമായ വേദികളിൽ നിറഞ്ഞുനിന്ന പൂമാതൈ പൊന്നമ്മ എന്ന ധീരവനിതയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥ 50 നൃത്ത കലാകാരന്മാർ ചേർന്ന് നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചത് കാണികൾക്ക് ഏറെ അവിസ്മരണീയ അനുഭവമായി മാറി. തൊട്ടിൽപ്പാലത്തുള്ള കാവിലുംപാറ ഭഗവതി ക്ഷേത്ര മഹോത്സവ വേദിയിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിച്ചത്. വടക്കൻ പാട്ടായും നാടകങ്ങളായും സിനിമകളായും കഥാപ്രസംഗങ്ങളായും വേദികളിൽ നിറഞ്ഞുനിന്ന പൂമാതൈ പൊന്നമ്മ എന്ന ധീരവനിതയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥ 50-ൽ പരം നൃത്ത കലാകാരന്മാർ ചേർന്ന് നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കാവിലുംപാറ ഭഗവതി ക്ഷേത്ര മഹോത്സവ വേദിയിൽ. 30 വർഷക്കാലമായി നടനകലാവേദിയിലെ നിറസാന്നിധ്യവും രംഗശ്രീ നൃത്തവിദ്യാലയത്തിലെ അധ്യാപകനുമായ രംഗശ്രീ സുരേന്ദ്രൻ മാസ്റ്ററാണ് തൻ്റെ 50-ൽ പരം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂമാതൈ പൊന്നമ്മ നൃത്തശില്പം അണിയിച്ചൊരുക്കിയത്. കടലൊഴുകുന്നൊരു നാടുണ്ടല്ലോ, കടലുങ്കര നാടെന്നൊരു നാടുണ്ടല്ലോ, പൂക്കൈത പൂത്ത് മണം പൊന്തുന്ന പൂമാതൈ പൊന്നമ്മ തൻ്റെ നാട്. എന്നോടെ മോഹം നീ തീർത്തിടില്ലേ പൂലുവപ്പൂ പെണ്ണ് പൂമാതയ്യേ, എൻ്റെ പരം പോരോ മനം മയങ്ങോ, എൻ്റെ പരം പോരോ മനം മയങ്ങോ, എന്തൊരു ചേലാണ് പൂമാതയ്യേ, എന്നോടെ മോഹം നീ തീർത്തിടില്ലേ പൂലുവപ്പൂ പെണ്ണ് പൂമാതയ്യേ. വേദിയിൽ പൂലുവപ്പൂപ്പെണ്ണ് പൂമാതൈ നിറഞ്ഞാടിയപ്പോൾ കാഴ്ചക്കാരായ പുതിയ തലമുറയ്ക്ക് പൂമാതൈ പൊന്നമ്മയെ പരിചയപ്പെടുത്തിയും പഴയ തലമുറയുടെ ഓർമ്മകൾ പുതുക്കിയുമാണ് 1 മണിക്കൂർ നീണ്ടുനിന്ന നൃത്തശില്പം കടന്നുപോയത്. ഇങ്ങനെ പറയുമ്പോ തന്നെ കണ്ണു തെറിയണ ഗോപാല, മനസ്സ് നിറഞ്ഞു. എന്നാലും ഇനി 11 മുടക്കല്ലേ. എല്ലാ പൂരത്തിനും ഇനി മടങ്ങി വരുമ്പോ അന്റെ മങ്കയ്ക്ക് കല്ലുമാലേ അരിമുറുക്കും കൊണ്ടാറാറുള്ളതല്ലേ, അത് മുടക്കണ്ട. ഓ, അതൊക്കെ ചെറിയ കാര്യല്ലേ പൂമാതൈ. നമ്മളൊക്കെ ജീവിതേ തീരെ ചെറുതാ ഗോപാല. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങള് നമുക്ക് വലിയ സന്തോഷ. കണ്ണോണ്ട് കണ്ട സാക്ഷിയും തെളിവുള്ള കൊടുങ്കുറ്റ അതാ നീ പ്രവർത്തിച്ച. ചില കൊടിച്ചു പട്ടികൾ കൊരയ്ക്കുന്നത് കേട്ട് ഒപ്പം കൊരയ്ക്കുന്ന പട്ടിയല്ലേ മൂപ്പങ്ങളും. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ചതിയാ. പൂമാതയെ കൊടുക്കാൻ ചിലരൊക്കെ ചേർന്ന് നടത്തുന്ന കള്ളക്കളി, അതിലെ കരു മാത്രാണ് ഇവള്. ഇനി ഒന്നും ചിന്തിക്കാനില്ല. മാച്ചിത്തപ്പെണ്ണിനെ മാമരത്തിൽ ചങ്ങലക്കിട്ട് മുക്കണ്ണൻ പന്തം കൊണ്ട് അവളുടെ മുലയും തലയും കരിക്കുക. ഇനിയിപ്പോ പൂമാതപ്പെണ്ണ് പെഴയല്ലാന്ന്
മലപ്പോതിയെ പൂമാതൈ പൊന്നമ്മയുടെ വേഷം കെട്ടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് പൂമാതൈ പൊന്നമ്മയെ അവതരിപ്പിച്ച രംഗശ്രീ അധ്യാപികയായ കലാമണ്ഡലം അപർണ സുബ്രഹ്മണ്യം പറഞ്ഞു. അല്ല, ഞാനിത് ആദ്യമായിട്ടാണ് മെയിൻ ക്യാരക്ടറായിട്ട് ഞാൻ ആദ്യമായിട്ട് പൂമാല ചെയ്യുന്നത്. ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ ഭയങ്കര സന്തോഷം. ഡാൻസിലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നൃത്ത നാടകങ്ങളാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഭിനയ രീതിയിലേക്ക് കറക്റ്റ് ഡ്രാമ പോലെ ആയിട്ട് ഒരെണ്ണം ചെയ്യണത്. അതെന്തായാലും നല്ല വളരെ സന്തോഷമായിട്ട് തന്നെ അവസാനിച്ചു. ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്ന ന്യൂസും കാര്യങ്ങളും കുറേ റിലേറ്റഡ് ആണല്ലോ ഇതിനെ കുറിച്ചിട്ട്. സന്തോഷം. ഞങ്ങളിത് 5ാമത്തെ കൊല്ലമാണ് ഇവിടെ ഇങ്ങനെ നൃത്തനാടകം ചെയ്യുന്നത്. ഞങ്ങൾ ഇത്രയും പേരും ഞങ്ങൾ ഈ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഇവിടെ എല്ലാ കൊല്ലം വന്നിട്ട് ഇതേപോലെ മാസ്റ്ററെ നൃത്തനാടകത്തിൽ വന്നിട്ട് ചെയ്യാറുള്ളതാണ്. അടുത്ത കൊല്ലം ചെയ്യാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂമാതേനെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഒന്നും കൂടെ എത്തിക്കാൻ ഇത് പെട്ടെന്ന് ഇണങ്ങി ചേരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ കമ്പോസിങ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ടാവുമെന്നും വിശ്വസിക്കുന്നു. 50ലേറെ പേർ അണിനിരന്ന 1 മണിക്കൂർ നീണ്ട നൃത്തശില്പം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് രംഗശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നതാണ്, വടക്കൻ പാട്ടിലെ കഥയാണ്. പുലുവപ്പെണ്ണിൻ്റെ പൂമാതൈ പൊന്നമ്മയുടെ കഥയാണ്. അപ്പോൾ അത് പണ്ടത്തെ ഒരു കഥയായതുകൊണ്ട് ഒന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി. രംഗശ്രീയുടെ 5ാമത്തെ നൃത്തശില്പമാണ് ഇത്. കുട്ടികളെ വെച്ചിട്ട് 50ഓളം വിദ്യാർത്ഥികളും പിന്നെ രംഗശ്രീയിലെ സ്റ്റുഡൻറ്റും എൻ്റെ സുഹൃത്തുക്കളും പിന്നെ പാരൻറ്റും എല്ലാവരും കൂടിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ പിറകിലുണ്ട്. പൂമാതയുടെ കഥ ഒരിക്കൽ കൂടി അടുത്തറിഞ്ഞപ്പോൾ പഴയ തലമുറയിലെ അമ്മമാരുടെ കണ്ണുകൾ നനഞ്ഞത് കലാപ്രകടനത്തിൻ്റെ മികവായി വിലയിരുത്താം. ആർ കെ സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.